ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ ഏരിയകളിൽ നമ്മൾ എവിടെയാണോ ടി വി വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ടി വി വെക്കുന്ന ഏരിയകളിൽ എങ്ങനെയാണ് നമുക്ക് അധികം തടസ്സമില്ലാത്ത രീതിയിൽ വയർ പ്രൊജക്ഷനൊന്നും കാണാത്ത രീതിയിൽ വയറുകളൊന്നും കാണാത്ത രീതിയിൽ എങ്ങനെ ഒരു സ്മാർട്ട് ടി വി നമ്മൾ ഭിത്തിയിൽ കൊടുത്തതിന് ശേഷം അടിയിൽ സ്റ്റാൻഡൊക്കെ കൊടുത്ത് എങ്ങനെ നീറ്റായിട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ വയറിങ്ങിൻ്റെ സമയത്ത് ചെയ്തിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ഒറ്റ പ്ലെയിൻ ഭിത്തിയാണ് വരുന്നത്. ഈ ഭിത്തിയിലാണ് നമ്മൾ സ്മാർട്ട് ടി വി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭിത്തിയിൽ വാൾ ചെയ്ത് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതായത് ഭിത്തിയിൽ തന്നെ ഉറപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ ഭിത്തിയുടെ ബാക്ക്, അതായത് ഭിത്തിയുടെ സ്മാർട്ട് ടി വി ഇരിക്കുന്ന ടി വിയുടെ ബാക്കിലായിട്ട് ആദ്യമേ നമ്മളൊരു പ്ലഗ് കൊടുത്തു. 120 സെൻറ്റിമീറ്ററിൽ ഹൈറ്റിൽ ഒരു പ്ലഗ് കൊടുത്തു. പിന്നെ അതിന് ശേഷം താഴെ വരുന്ന ഒരു പൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട. ഈ പൈപ്പിലൂടെയാണ് കംപ്ലീറ്റ് വയറും കാര്യങ്ങളെല്ലാം താഴേക്ക് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടി വിയുടെ ബാക്കിലാണ് ഈ പൈപ്പിൻ്റെ ഒരറ്റം വരുന്നത്. ഈ ഒരു 2 ഇഞ്ച് പൈപ്പ് 2 ബെൻഡ് ഇട്ടിട്ടാണ് കറക്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, കൺസീൽ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, അത്യാവശ്യം എല്ലാ പ്ലഗുകളുടെയും സോക്കറ്റുകളും അതുപോലെ തന്നെ എല്ലാ HDMI കേബിളുകളും അതുപോലെ തന്നെ എന്ത് കേബിളുകളാണെങ്കിലും നെറ്റ് കേബിളുകളാണെങ്കിലും വൈഫൈ ആണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന രീതിയിലൂടെ ഈ പൈപ്പിലൂടെ നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അത്രയും വയറുകൾ നമ്മൾ ഞാണ്ട് കിടക്കുന്നത് കംപ്ലീറ്റ് ഒഴിവാക്കി നമുക്ക് വയറുകളൊന്നും കാണാത്ത രീതിയിൽ നേരെ താഴെ നമ്മളൊരു 50 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഒരു ചെറിയൊരു ടേബിൾ കൊടുക്കുക, അധികം പ്രൊജക്ഷൻ ഇല്ലാത്ത. ആ ടേബിളിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഈ പറയുന്ന എല്ലാ വയറുകളും കിട്ടുന്ന രീതിയിൽ കൊടുക്കാൻ സാധിക്കും. പിന്നെ ആൻറ്റന കേബിൾ ആണെങ്കിലും അത് നമുക്ക് DTHൻ്റെ കണക്ഷൻ ആണെങ്കിലും അതിൻ്റെ സെപ്പറേറ്റ് വയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി സെപ്പറേറ്റ് പൈപ്പ് നമ്മൾ ഈ പറഞ്ഞ ടേബിളിൻ്റെ ഉള്ളിലാണ് വരുന്നത്. പിന്നെ ക്യാമറ സിസ്റ്റം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് വേറൊരു ഏരിയയിലാണ്. DVRന് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് മോണിറ്റർ ഔട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വൈഫൈയുടെ കണക്ഷൻ ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മളൊരു ബോക്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് വൈഫൈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനും HDMI കേബിളൊക്കെ കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ട്, മോണിറ്റർ ഔട്ടൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് നേരെ മോണിറ്റർ കാണാൻ ടി വിയിൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ക്യാമറയുടെ മോണിറ്റർ കാണുന്നതിന് വേണ്ടി നേരെ ഫ്ലോറിലൂടെയാണ് ആ പൈപ്പ് കൊണ്ടുപോയിരിക്കുന്നത്. ഒരു 1.25 ഇഞ്ച് പൈപ്പ് അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് പൈപ്പ് വാട്ടർ ലൈൻ്റെ പൈപ്പ് കൊണ്ടുപോയി നമ്മൾ കൺസീൽ ചെയ്ത് ഈ ടി വിയുടെ ഏരിയയിൽ കൊടുത്തിരിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കേബിളുകൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറയുടെ സെക്ഷനിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കും. ഇനി പറയുന്ന രീതിയിൽ ഇവിടെയാണ് നമ്മൾ ടി വിയുടെ സ്വിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ടി വിയുടെ മൊത്തം കണക്ഷന് വേണ്ടിയിട്ട് ഒരൊറ്റ DP സ്വിച്ചാണ് കൊടുക്കുന്നത്. അതായത് ന്യൂട്രും ഫേസും കട്ടാവുന്ന 32 ആംസിൻ്റെ DP സ്വിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ടി വിയുടെ ബാക്ക് സൈഡിലാണ് ഒരു പ്ലഗ് വരുന്നത്. പിന്നെ താഴെയായിട്ട് 50 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഒരു ടേബിൾ വരുന്നത്. ആ ടേബിളിൻ്റെ ഉള്ളിലാണ് ഈ പറയുന്ന ആൻറ്റന കേബിൾ ആണെങ്കിലും DTHൻ്റെ കേബിൾ ആണെങ്കിലും ഏത് കേബിൾ ആണെങ്കിലും എല്ലാം അതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ടേബിളിൻ്റെ ഉള്ളിലായിട്ട് ഒരു 6 മുകളിലിൻ്റെ ഒരു ബോക്സും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ഓഫ് ബോക്സ്, അതുപോലെ തന്നെ ഹോം തിയേറ്റർ ആണെങ്കിൽ ഹോം തിയേറ്റർ, വൈഫൈ ആണെങ്കിൽ വൈഫൈ, ഇതെല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു 6 മോഡ്യൂളിൻ്റെ ഒരു 8 മോഡ്യൂളിൻ്റെ ബോക്സ് നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു സ്മാർട്ട് ടി വി കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ വയറിങ്ങിൻ്റെ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നീറ്റായിട്ട് നമുക്ക് ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുമെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.